Hi all, I Plus Training Solutions in പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു MCQ ഡിസ്കഷനാണ്. അപ്പോൾ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു ക്ലാസ്സസ് കണ്ടു എങ്കിലും എക്സാം ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത സമയത്ത് അത് ബുദ്ധിമുട്ടായിരുന്നു, പ്രോബ്ലംസ് എല്ലാം ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന്റെ ഒരു പ്രശ്നം അതാണ്. നമ്മളിപ്പം ക്ലാസ്സസ് കണ്ടു, അതേപോലെ കുറെ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ഇനി നമുക്ക് പരീക്ഷ എഴുതാം എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. കാരണം നമുക്ക് പ്രോബ്ലംസുമായിട്ടൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നോർമലി ഉള്ള ചാപ്റ്റേഴ്സിലൊന്നും ആ പ്രശ്നമില്ല. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ പല ഇപ്പൊ നിങ്ങൾ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഡീജനറസി വരുന്ന കേസ്, നോൺ ഡീജനറേറ്റ് ആയിട്ടുള്ള കേസ്, അങ്ങനെയൊക്കെ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ പല ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസിലി അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. ചോദ്യം ഈ രീതിയിൽ വന്നാൽ ഇന്ന രീതിയിലാണ് നമ്മൾ ആൻസറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടിക്കോളും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു MCQ ഡിസ്കഷൻ സെഷൻ കഴിയുമ്പോഴത്തേന് നിങ്ങൾ ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ, നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കിട്ടാത്ത ചോദ്യങ്ങളെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാം. ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യം പോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കൂടെ അല്ല, ക്വസ്റ്റ്യൻസ് നോക്കുക, തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കുക, ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രീവിയസ് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ പ്രീവിയസ് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ PSC എക്സാംസിന് വരും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് LBSന്റെ സൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ സെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുക, അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കിട്ടും, പല ചോദ്യങ്ങളും ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിക്കോളും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് MCQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റിന് മാർക്ക് കുറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് ടെസ്റ്റ് നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന്റെ ഒരു പ്രത്യേകതയാണിത് കേട്ടോ. നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളതിൽ നിന്നും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ മാക്സ്വെൽ, ബോൾട്സ്മാൻ, ബോസ് ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കിക്കേ. Maxwell Boltzmann statistics apply to distinguishable particles while Bose-Einstein and Fermi-Dirac statistics apply to indistinguishable particles. രണ്ടാമത്തെ, Fermi-Dirac statistics apply to particles that obey the Pauli's exclusion principle. 3. Bose-Einstein statistics apply to particles that can occupy the same quantum state while Fermi-Dirac statistics apply to particles that cannot. അവസാനത്തത്, at low temperatures and high chemical potentials, Bose-Einstein and Fermi-Dirac statistics approach Maxwell-Boltzmann statistics. Okay, അപ്പം മൊത്തത്തില് നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സും ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതില് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് പാർട്ടിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വേഗത്തിൽ അതൊന്ന് റിവൈസ് ചെയ്തു പോവാമേ. ആദ്യം മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ അവിടുത്തെ ഇന്റേണൽ സ്ട്രക്ചറിനെ ഇഗ്നോർ ചെയ്യുന്നു. ഇന്റേണൽ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇന്റേണൽ സ്ട്രക്ചറിനെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണോ? ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരേപോലെയുള്ള ബോൾസ് നമ്മുടെ ബീക്കറിനകത്ത് ഇട്ടു, എന്നിട്ട്
അതിനകത്ത് ഒന്ന് റെഡ് ആയിരിക്കും, ഒന്ന് ബ്ലൂ ആയിരിക്കും, ഒന്ന് ഗ്രീൻ ആയിരിക്കും, പല പല കളേഴ്സ് ആയിരിക്കും. അപ്പൊ റെഡ് ബാളിങ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പർട്ടിക്കുലർ ബാൾ ആയിരിക്കും എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് തരിക. അതായത് ഡിസ്റ്റിങ്വിഷബിൾ ആണ് അവിടുത്തെ പാർട്ടിക്കിൾസ്. അതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടീഷൻ. പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. ദെൻ നോ റെസ്ട്രിക്ഷൻ ഓൺ ദി ഓക്കുപ്പൻസി ഓഫ് എനർജി ലെവൽസ്. എനർജി ലെവൽസിൽ ഓക്കുപ്പൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് മൂന്നുമാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ മാക്സ്വെൽ ഓൺസ് എന്നോ അല്ലെങ്കിൽ ബോൾട്സ്മാൻ ഓൺസ് എന്നോ ആണ് പറയുന്നതെന്ന് പറഞ്ഞു. ദെൻ ഒരു ബീക്കറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? മറ്റേടുത്ത് നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിനെ ഇഗ്നോർ ചെയ്തിരുന്നു എങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലും ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിലും നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീക്കറിനകത്തിരിക്കുന്ന എല്ലാ പന്തുകളും ചുവന്ന പന്തുകളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പോയി ചുമന്ന പന്തിങ് എടുത്തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏത് ചുമന്ന പന്തായിരിക്കും ഞാൻ പറഞ്ഞതെന്നുള്ളത് അല്ലെ. അപ്പൊ അതാണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ് നമ്മുടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിനകത്തും അതേപോലെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തുമുള്ള പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. ഓക്കെ. ദെൻ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പാർട്ടിക്കിൾസിന്റെ ഒക്കുപ്പൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ പോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിലും ഒക്കുപ്പൻസിയിൽ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. ദെൻ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂഷ്വലി ഹാഫ് ഇന്റിജർ സ്പിൻ ആണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് പൊതുവെ ഇന്റഗ്രൽ സ്പിൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നവരെ നമ്മൾ ഫെർമിയോൺസ് എന്ന് വിളിച്ചു. ദെൻ നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നവരെ നമ്മൾ ബോസോൺസ് എന്ന് വിളിച്ചു. ബോസോൺസിന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾ ഒക്കെയാണ് ഫോട്ടോൺസ് ഒക്കെ. അതേപോലെ ഫെർമിയോൺസിന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഓവറോൾ ആയിട്ട് ഇവരുടെ ഒരു കമ്പാരിസൺ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കണം. പല പരീക്ഷകൾക്കും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും കറക്റ്റും റോങ്ങും നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത നോക്കാം. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആപ്ലിക്കബിൾ ടു ഐഡന്റിക്കൽ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഓഫ് എനി ടൈപ്പ് സ്പിൻ ആൻഡ് ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ആർ എ പാർട്ടിക്കിൾ ഓഫ് ദീസ് ടൈപ്പ്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിട്ടുള്ളത്? മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് അപ്ലൈഡ് ടു ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് അല്ലേ? ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ബട്ട് Fermi Dirac statistics is up and Bose-Einstein statistics are applied to indistinguishable particles. Correct അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ മാത്രമേ ഉള്ളൂ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. മറ്റേ രണ്ടും ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് Fermi Dirac statistics is applied to particles that obey Pauli's exclusion principle. നോക്കിക്കേ, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നവരാണ് ഫെർമിയോൺസ്. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ. അവരുടെ കേസിൽ നോക്കിക്കേ ഹാഫ് ഇന്റിജർ സ്പിൻ ആണ്. ആരാണ് സാധാരണ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത്? ഇലക്ട്രോൺസിന്റെ കേസിലാണ് നമ്മൾ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓഫ് ബൈ പ്രിൻസിപ്പിളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ടു പാർട്ടിക്കിൾസ് that obey Pauli's exclusion principles. ഇലക്ട്രോൺസ് ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നത്. ആൻഡ് ആ ഇലക്ട്രോൺസിന്റെ കേസിലാണ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണോ? ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കുക. Bose-Einstein statistics applied to particles that can occupy the same quantum states while the Fermi Dirac statistics apply to particles that cannot. നോക്കുക, ഐഡന്റിക്കൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ഓക്കെ. ഇവിടെ നോക്കാം. Bose-Einstein statistics is applied to particles that can occupy the same quantum state while Fermi Dirac statistics are applied to particles that cannot അല്ലേ. അപ്പം കാരണം Bose-Einstein സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിൽ അവരുടെ ഇന്റഗ്രൽ സ്പിൻ എന്താ വരുന്നത്? മീൻസ് സ്പിൻ വാല്യൂ എന്താ വരുന്നത്? ഇന്റഗ്രൽ സ്പിൻ വാല്യൂ ആണ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസിലോ
ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ് വരുന്നത് അല്ലെ. അപ്പം അതിന്റെ കേസസ് അതനുസരിച്ചിട്ട് പാർട്ടിക്കിൾസിന് ഓക്കുപ്പൈ ചെയ്യാനുള്ള ടെൻഡൻസിയിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹൈ കെമിക്കൽ പൊട്ടൻഷ്യൽ ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്രോച്ച് മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആക്ച്വലി നോക്കിക്കേ, ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ബോത്ത് ഫെർമി-ഡിറാക് ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ ബിക്കം മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ കോൺസെൻട്രേഷൻ. അപ്പം നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടീഷൻസ് ഒബേ ചെയ്യും. എപ്പോഴാണെന്നറിയോ? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ കോൺസെൻട്രേഷൻ കണ്ടീഷൻസ്. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് നോക്കിക്കേ, അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ കെമിക്കൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻസിലാണ് അവർ മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ കോൺസെൻട്രേഷൻ കണ്ടീഷൻ, അതായത് ലോ കെമിക്കൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻസിലാണ് ഇവർ രണ്ടുപേരും മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണോ? അല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പം അത്യാവശ്യം ദാണ്ട് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു ടേബിള് മീൻസ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ എക്സ്ട്രാ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ യൂഷ്വലി ഒബേ ചെയ്യുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്? ഫെർമിയോൺസ് ആണ്. സോ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രധാനമായിട്ട് ഒബേ ചെയ്യുന്നത്. ദെൻ ഈ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സും ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടീഷൻ ഒബേ ചെയ്യും. എപ്പോൾ? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ കോൺസെൻട്രേഷൻ കണ്ടീഷൻ. ഈ എക്സ്ട്രാ 2 പോയിന്റ്സും കൂടെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ കളക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഈച്ച് മോളിക്യൂൾ ഹാസ് 2 non-degenerate energy levels that are separated by 5000 centimeter inverse. On measuring the population at a particular temperature, it was found that the ground state population is 10 times that of the upper state, and the temperature of the measurement is, and kb യുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.695. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ ഒന്നുമില്ല. നോക്കിക്കേ നിങ്ങൾ, ഇൻ എ കളക്ഷൻ ഓഫ് മോളിക്യൂൾ ഈച്ച് മോളിക്യൂൾ ഹാസ് 2 non-degenerate എനർജി ലെവൽസ് ആണ്. non-degenerate എനർജി ലെവൽസ് ആണ്. അപ്പൊ നമ്മൾ G1ഉം G0യും ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വാല്യൂ എന്താ വരിക? ഡീജനറസി വല്ലതും വരുമോ? ഇല്ല, നോൺ ഡീജനറേറ്റ് ആണ്. അപ്പൊ അവരുടെ ഡീജനറസിയുടെ വാല്യൂ എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. ഓക്കെ, അപ്പൊ G1ഉം G0 ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയും എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് നോൺ ഡീജനറേറ്റ് ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നുണ്ട്. നോൺ ഡീജനറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഓക്കെ, ദെൻ അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 5000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണെന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ ഈ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? എനർജി ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഇയുടെ വാല്യൂ ആണ് എന്ത്? 5000 സെന്റിമീറ്റർ ഇൻവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഓർത്തേക്ക, സെപ്പറേറ്റഡ് ബൈ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ യൂഷ്വലി മീൻ ചെയ്യുന്നത് 2 പേര് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 2 എനർജി ലെവൽസ് തമ്മിലുള്ള, അല്ലെ 2 എനർജി ലെവൽസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 5000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെൽറ്റ ഇയുടെ വാല്യൂ ആണ് ഈ പറയുന്ന 5000 centimeter inverse എന്നുള്ളത്. ഓക്കെ, സോ ഓൺ മെഷറിംഗ് ദ പോപ്പുലേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് പോപ്പുലേഷൻ ഈസ് 10 times ദാറ്റ് ഓഫ് ദി അപ്പർ സ്റ്റേറ്റ്. അപ്പൊ അപ്പർ സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ X ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷനെ നമുക്ക് എന്ത് എഴുതാം? 10 ഇരട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10x എന്ന് എഴുതാം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളത്. ദെൻ കെ ബിയുടെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 695. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നോൺ ഡീജനറേറ്റ് ആണെന്ന് കൊടുത്തതുകൊണ്ട് G0 G1ന്റെ വാല്യൂകൾ നമ്മൾ 1 എന്നെടുത്തു. ദെൻ എനർജി ലെവൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ ഇയുടെ വാല്യൂ 5000 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് എടുത്തു. ദെൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പർ സ്റ്റേറ്റിനെക്കാട്ടിൽ 10 times പോപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പർ സ്റ്റേറ്റ് X ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 10x ആയിരിക്കും. ദെൻ കെ ബിയുടെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ്, ദ ടെമ്പറേച്ചർ ഓഫ് ദി മെഷർമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം റിലേറ്റീവ് പോപ്പുലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഇപ്പം ith ലെവലിന്റെ കറസ്പോണ്ടിങ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ni by n0 is equal to gi by
G0 into e raised to minus delta E by KBT. അല്ലേ? ഇതല്ലേ റിലേറ്റീവ് പോപ്പുലേഷൻ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പോപ്പുലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഇപ്പൊ ith ലെവലിൽ കറസ്പോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ni by n0, jth ലെവൽ ആണെങ്കിൽ nj by n0 is equal to gi by g0 into e raised to minus delta E by kbt. ഓക്കെ, ടേംസ് എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ നിങ്ങൾ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഹയർ ലെവലിനെ വെച്ചിട്ട് നോക്കുമ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് 10 times മോർ പോപ്പുലേറ്റഡ് ആണെന്ന്. അപ്പൊ ഹയർ ലെവലിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ നമുക്ക് എന്ത് കൊടുക്കാം? 10x എന്ന് കൊടുക്കാം. ദെൻ GIയും G0യും എന്താണ്? നോൺ ഡീജനറേറ്റ് ആണ്. അപ്പൊ GIയുടെ വാല്യൂ നമുക്ക് 1 കൊടുക്കാം, G0യുടെ വാല്യൂ നമുക്ക് 1 കൊടുക്കാം. ഓക്കെ, ദെൻ e റേസ് ടു മൈനസ് ഡെൽറ്റ ഇയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 2 ലെവൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 500 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണെന്ന്. അപ്പൊ 5000 ഡിവൈഡഡ് ബൈ കെബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? 0.695 എന്നായിരുന്നു തന്നിരിക്കുന്നത് അല്ലെ? KB ഇൻറ്റു ടി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആയി 1/10. 1/10 എന്ന് പറഞ്ഞാൽ 0.1 is equal to e raised to minus 5000 by 0.695 into t എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ആ ഇയുടെ ടേം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇ റേസ് ടു എന്നും പറഞ്ഞല്ലേ കിടക്കുന്നത്, അപ്പൊ അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടിടത്തും ln എടുക്കുന്നു. അപ്പൊ എന്ത് വരും? ln 0.1 is equal to ln e raised to minus 5000 by 0.695 into t എന്ന് വരും. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടിടത്തും ln വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്? നമുക്ക് ഇവിടെ ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ഫോമിൽ കിടക്കുകയാണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം യൂഷ്വലി ഇ റേസ് ടു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോർമൽ സംഖ്യയിലോട്ട് മാറ്റും. എങ്ങനെയാ? ln e റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അറിയാലോ നിങ്ങൾക്ക്. ln e റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ln e റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ln e റേസ് ടു മൈനസ് 5000 ബൈ 0.695 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം? ln 0.1 is equal to minus 5000 by 0.695 ഇൻറ്റു ടി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ln 0.1നെ നമുക്ക് എങ്ങനെ എഴുതാം? ln 10 റേസ് ടു മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? ln 10 റേസ് ടു മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.023 ഇൻറ്റു ലോഗിന്റെ ടേംസിലോ അതിനു മുന്നേ നോക്കാം. ഞാൻ ആ കിട്ടിയിരിക്കുന്ന ടേംസിനെ കിട്ടിയിരിക്കുന്ന ടേംസിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണേ. ln 0.1 അല്ലേ? 0.1 is equal to 5000 മൈനസ് 5000 ബൈ, ഓക്കെ, നോക്കാം. ln 0.1 is equal to മൈനസ് 5000 ബൈ 0.695 t. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ lnന്റെ ടേംസിനെ എന്തിലോട്ട് മാറ്റുകയാണ്? ലോഗിന്റെ ടേംസിലോട്ട് മാറ്റുകയാണ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ എങ്ങനെ എഴുതാം? 2.303 ലോഗ് 0.1നെ എങ്ങനെ എഴുതാം? 10 റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു മൈനസ് 5000 ബൈ 0.695 ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ലോഗ് 10 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാം അല്ലെ? ലോഗ് 10 റേസ് ടു മൈനസ് 1നെ അപ്പൊ എങ്ങനെ എഴുതാം? മൈനസ് 1 ഇൻറ്റു ലോഗ് 10 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ നോക്കാം, 2.303 ഇൻറ്റു 10 റേസ് ടു മൈനസ് 1 ആണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? മൈനസ് 1 ഇൻറ്റു ലോഗ് 10. ലോഗ് 10ന്റെ വാല്യൂ എന്താ? 1. അപ്പൊ എന്ത് കിട്ടി? മൈനസ് 2.303 എന്ന് കിട്ടി അല്ലെ? ഈസ് ഈക്വൽ ടു എന്താ? മൈനസ് 5000 ബൈ 0.695 ഇൻറ്റു ടി എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാ? ടി ആണ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു മൈനസ് 5000 ബൈ മൈനസ് 2.303നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇൻറ്റു 0.695 ചെയ്യാം. മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 5000 ബൈ 2.303 ഇൻറ്റു 0.695 ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായോ നിങ്ങൾക്ക്?
ഒന്നുമില്ല, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ പോപ്പുലേഷനുമായിട്ട് റിലേറ്റീവ് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഉള്ള ഇക്വേഷൻ NJ/N0 is equal to GI/G0 into e⁻ എന്ന് പറയുന്ന ഇക്വേഷനും അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആയോ? അപ്പൊ ടെസ്റ്റിന്റെ സമയത്ത് ഈ ചോദ്യം ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾക്കും ഇപ്പൊ ക്ലിയർ ആയോ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്? ഓക്കെ ആണോ? പിന്നെ ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ വേണ്ട നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഏകദേശം 3123 റേഞ്ചിലാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അവിടെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 3120. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യമാണ്, 4 distinguishable molecules are distributed in energy levels E1 and E2 with degeneracy of 2 and 3 respectively. The number of microstates എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഇക്വേഷനും പഠിച്ചത്. അപ്പൊ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് മൈക്രോസ്റ്റേറ്റ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് വിത്ത് 3 molecules in energy level E1 and 1 in energy level E2. അപ്പൊ തന്നിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. നോക്കുക, നമ്മുടെ കയ്യിൽ ടോട്ടലി എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാ? 4 distinguishable molecules ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മുടെ കയ്യിലുള്ളത് 4 ആണ്. Then they are distributed in energy levels E1 and E2. ഈ 4 മോളിക്യൂൾസിനെ നമ്മൾ 2 എനർജി ലെവൽസിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. E1 and E2 എന്ന് പറയുന്ന 2 എനർജി ലെവൽസിൽ. ഓക്കെ, ദെൻ അവരുടെ ഡീജനറസിയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലെവലിന്റെ ഡീജനറസി G1, അത് എത്രയാ? 2. രണ്ടാമത്തെ ലെവലിന്റെ ഡീജനറസി G2, അതിന്റെ വാല്യൂ എത്രയാ? 3. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. വിത്ത് 3 മോളിക്യൂൾസ് ഇൻ എനർജി ലെവൽ E1. E1-നകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 മോളിക്യൂൾസും. ആൻഡ് E2-നകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1. ഈ രീതിയിൽ ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള ഡേറ്റ. ടോട്ടൽ നമ്മുടെ കയ്യിൽ 4 മോളിക്യൂൾസ് ഉണ്ട്. അതിൽ 3 മോളിക്യൂൾസ് E1-ലും 1 മോളിക്യൂൾ E2-വിലും വരുന്ന രീതിയിൽ അവരുടെ ഡീജനറസി G1-ൻ്റെത് 2-ഉം G2-ൻ്റെത് 3-ഉം ആവുന്ന രീതിയിൽ എത്ര പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് 4, 12, 96, 192. അപ്പം ഡേറ്റാസ് എല്ലാം കിട്ടി, ഓരോരുത്തരുടെയും വാല്യൂസും എല്ലാം കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ അതേ ഇക്വേഷനാണ്, എക്സാമ്പിളും വർക്ക്ഔട്ട് ചെയ്തതാണ്. ഇനി ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസും തമ്മിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. In general, the total number of ways of distributing indistinguishable particles, ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിവിടെ നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 4 പാർട്ടിക്കിൾസ് ആയിരുന്നു അല്ലെ? അപ്പൊ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ 4 തന്നിട്ടുണ്ട്. അപ്പൊ indistinguishable particles having distribution, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് N1, N2, N3 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇവിടെ എത്രയൊക്കെയാണ്? N1, N2 എന്ന് പറയുന്ന ആദ്യത്തെ ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് N1, രണ്ടാമത്തെ ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് N2. ഇവിടെ എത്രയൊക്കെയാ? N1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ലെവലിൽ 3 പാർട്ടിക്കിൾസ്, രണ്ടാമത്തെ ലെവലിലോ 1 പാർട്ടിക്കിളേ ഉള്ളൂ. അപ്പൊ N2 എന്ന് പറയുന്നത് എന്താ? 1. ഓക്കെ, സോ ഇൻ വേരിയസ് എനർജി ലെവൽസ് ആൻഡ് ε1, ε2, ε3 എക്സെട്ര വിത്ത് ഡീജനറസി. എനർജി ലെവൽസ് ആണ് E1, E2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതാണ് ε1, ε2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവരുടെ ഡീജനറസി G1, G2 അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആദ്യത്തെ ലെവലിന്റെ ഡീജനറസി 2, രണ്ടാമത്തെ 3 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ? 2, 3 അല്ലേ? 2, 3 അതാണ് G1, G2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തരുന്നു. ദെൻ ഓരോ എനർജി ലെവൽസിലും എത്ര മോളിക്യൂൾസിനെ വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് തരുന്നു. അതിനുശേഷം ഓരോ ലെവൽസിന്റെയും ഡീജനറസിയും കൂടെ ക്വസ്റ്റ്യനകത്ത് തന്നു കഴിഞ്ഞിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ WA ആണ് മൈക്രോസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? n factorial into G1 raised to N1 by N1 factorial into G2 raised to N2 by N2 factorial. അതിനെയാണ് n factorial into pi of Gi raised to Ni by Ni factorial എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓർത്തേക്കുക, ഇനി തൊട്ട് ഏത് ചോദ്യത്തിലായാലും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് തരുന്നു.
ശേഷം എത്ര എനർജി ലെവൽസിലായിട്ടാണ് ഈ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് തരുന്നു. ഓരോ എനർജി ലെവൽസിലും എത്ര പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് കൊടുക്കുന്നു, അതിന്റെ ഡീജനറസി എത്രയാണ്. ഇത്രയും ഡേറ്റാസ് തന്നിട്ട് നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ക്യാപിറ്റൽ N ഫാക്ടോറിയൽ ഇൻറ്റു G1 റേസ് ടു N1 ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു G2 റേസ് ടു N2 ബൈ N2 ഫാക്ടോറിയൽ. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. N ഫാക്ടോറിയൽ ഇൻറ്റു G1 റേസ് ടു N1 ബൈ N1. ഇവിടെ രണ്ട് ലെവൽസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് ടേംസ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നത്. N1 ഫാക്ടോറിയൽ ഇൻറ്റു G2 റേസ് ടു N2 ബൈ N2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ N എത്രയാ? ടോട്ടലി 4 പാർട്ടിക്കിൾസ് അല്ലേ ഉള്ളത്. അപ്പം 4 ഫാക്ടോറിയൽ ഇൻറ്റു G1 എത്രയാണ്? 2 അല്ലേ. അപ്പൊ 2 റേസ് ടു N1 എത്രയാണ്? ആദ്യത്തെ ലെവലിൽ എത്ര പാർട്ടിക്കിൾസ് ആണ്? 3 പാർട്ടിക്കിൾസ് അല്ലേ. അപ്പൊ N2 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു G2 എന്ന് പറയുന്നത് എത്രയാ? 3 റേസ് ടു N2 എന്ന് പറയുന്നത് എത്രയാ? 1 ബൈ 1 ഫാക്ടോറിയൽ. ഓക്കെ, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 റേസ് ടു 1 എന്ന് പറയുമ്പോൾ 3 ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്നവരെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വന്നു. ഓക്കെ, 3 2s are 6, 6 ഇൻറ്റു 4 ഇൻറ്റു 12 എന്ത് വരും? 12 ഇൻറ്റു 6 എന്ന് വരും. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റും? ഓക്കെ, 2 റേസ് ടു 3 എന്നല്ലേ. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ബൈ 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ 3 റേസ് ടു 1 3. ഓക്കെ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, 2 2s are 4, 4 2s are 8, 8 4s are 32, 32 ഇൻറ്റു 3 എന്ത് വന്നു? 96 കിട്ടി. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി 96. അപ്പൊ ഒന്നുമില്ല, ആകെപ്പാട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം തന്നെ തന്നിട്ടുണ്ട് 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ Nന്റെ വാല്യൂ ആണ് 4 എന്ന് പറയുന്നത്. അതിനുശേഷം 2 എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ E1ഉം E2ഉം 2 എനർജി ലെവൽസിൽ ഉള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് 3 1. അപ്പൊ അവിടെ നിന്ന് കിട്ടി N1 ആണ് 3, N2 ആണ് 1. ഓക്കെ, അതിനുശേഷം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡീജനറസി പറഞ്ഞിട്ടുണ്ട്. G1ഉം G2 അതും 2 3 തന്നിട്ടുണ്ട്. ഇക്വേഷൻ അറിയാം നമുക്ക് എന്താണ്? N ഫാക്ടോറിയൽ ഇൻറ്റു G1 റേസ് ടു N1 ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു G2 റേസ് ടു N2 ബൈ N2 ഫാക്ടോറിയൽ തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 96 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ആൻസർ ഓപ്ഷൻ സി 96 തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത വീണ്ടും പ്രോബ്ലം ആണ്. നമുക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.